പാർട്ടി നൽകുന്ന ഒരു ന്യായീകരണം, വിശദീകരണം? ഈ പാർട്ടി നൽകുന്ന വിശദീകരണം ടി രവീന്ദ്രനെതിരെ നടപടി സ്വീകരിച്ചു എന്നുള്ളൊരു കാര്യം പാർട്ടി സമ്മതിക്കുന്നുണ്ട്. അതിനെതിരെ പക്ഷേ ഇതൊരു വകമാറ്റലുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ അറിയിക്കാതെ മറ്റൊരു കേസ്, പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കേസിൽ വകമാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിനെതിരെ നടപടി ഉന്നയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ വിഷ്ണുവിൻ്റെ സഹോദരൻ ഉന്നയിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ പേഴ്സണലായിട്ട് ഇദ്ദേഹം പൈസ ഉപയോഗിച്ചതിൻ്റെ പേരിലല്ല ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. CPM-ൽ, അതായത് പാർട്ടി തലത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും സ്ഥാനമാനം നൽകിയിട്ടില്ല. CITU തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളായിരുന്നു ടി രവീന്ദ്രൻ. അദ്ദേഹത്തെ CITU തലത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി അടുപ്പമുള്ള ആൾ കൂടിയാണോ രവീന്ദ്രൻ? അങ്ങനെയാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്, വിനോദ് ആരോപിക്കുന്നത്. ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകുന്നത് എന്നുള്ളൊരു ആരോപണമാണ് വിനോദിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തൻ്റെ കുടുംബമടക്കം ഈ ഒരു കാരണത്താൽ അദ്ദേഹത്തിന് പദവി നൽകുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ്. താൻ പാർട്ടി മെമ്പർ കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കണ്ണൂരിലുള്ള വിഷയം, കണ്ണൂരിൽ കുഞ്ഞികൃഷ്ണൻ്റെ തുറന്നു പറച്ചിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഇപ്പോഴുള്ള ഇത്തരത്തിലൊരു തുറന്നു പറച്ചിലിന് കാരണമെന്നാണ് വിനോദ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അത്തരത്തിലുള്ള മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ട് ഉള്ളത്. ഏതായാലും മന്ത്രിയുടെ വിശദീകരണം അല്പസമയത്തിന് തന്നെ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. മന്ത്രി എന്താണ് ഈ വിഷയത്തിൽ പറയാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ദിവ്യ, തിരുവനന്തപുരം മഞ്ചൂരിലാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി വീണ്ടും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പരാതിയും ആരോപണവും ഉയരുന്നത്. RSS പ്രവർത്തകർ കൊലപ്പെടുത്തിയ വിഷ്ണുവിന്റെ സഹോദരൻ വിനോദാണ് പാർട്ടി വിടാൻ ഒരുങ്ങുന്നത്. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം. വിശദാംശങ്ങളാണ് VP സഫ്വാൻ നൽകിയത്.